ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് കറണ്ട് അഫെയർസ് ആണ്. ഈ കറണ്ട് അഫെയർസ് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ്. അപ്പം വീഡിയോ കാണുക, കേട്ട് പഠിക്കുക. ഞാനിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ വീഡിയോ കാണുന്നവർ വീഡിയോ കാണുക കേട്ടോ. ക്വസ്റ്റ്യനിലേക്ക് കാണാം. അപ്പം ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണെന്ന് അറിയാമോ? നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമുവാണ്. പ്രസന്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ആൻസർ ദ്രൗപദി മുർമു. പ്രസന്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ദ്രൗപദി മുർമു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സർവ സൈന്യാധിപ ആരാണ്? ദ്രൗപദി മുർമുവാണ്. പ്രസന്റ് സുപ്രീം കമാൻഡർ ഓഫ് ആർമഡ് ഫോഴ്സ്. ആൻസർ ദ്രൗപദി മുർമു. ദ്രൗപദി മുർമു ഈസ് ദ സുപ്രീം കമാൻഡർ ഓഫ് ആർമഡ് ഫോഴ്സ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻഖർ. ജഗദീപ് ധൻഖർ ഈസ് ദ പ്രസന്റ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ജഗദീപ് ധൻഖർ ഈസ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻഖർ ആണ്. അതുപോലെ തന്നെ രാജ്യസഭയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? രാജ്യസഭയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ജഗദീപ് ധൻഖർ. ജഗദീപ് ധൻഖർ. ജഗദീപ് ധൻഖർ ഈസ് ദ പ്രസന്റ് ചെയർമാൻ ഓഫ് രാജ്യസഭ. ജഗദീപ് ധൻഖർ ഈസ് ദ പ്രസന്റ് ചെയർമാൻ ഓഫ് രാജ്യസഭ. രാജ്യസഭയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ജഗദീപ് ധൻഖർ ആണ്. അപ്പൊ രാജ്യസഭയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ്? മല്ലികാർജുൻ ഖാർഗെ. മല്ലികാർജുൻ ഖാർഗെ ഈസ് ദ ഒപ്പോസിഷൻ ലീഡർ ഓഫ് രാജ്യസഭ. രാജ്യസഭയിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ്? മല്ലികാർജുൻ ഖാർഗെയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റും ആര് തന്നെയാണ്? മല്ലികാർജുൻ ഖാർഗെയാണ്. പ്രസന്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആൻസർ മല്ലികാർജുൻ ഖാർഗെ. മല്ലികാർജുൻ ഖാർഗെ. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി. പ്രസന്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ആൻസർ നരേന്ദ്ര ദാമോദർ ദാസ് മോദി. നരേന്ദ്ര ദാമോദർ ദാസ് മോദി. അതുപോലെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, 2024 നടന്നത് ഇന്ത്യയുടെ 18ാമത്തെ ലോകസഭ ഇലക്ഷൻ ആയിരുന്നു കേട്ടോ. ഇന്ത്യയുടെ 18ാമത്തെ ലോക്സഭ ഇലക്ഷൻ ആയിരുന്നു 2024 നടന്നത്. അതുപോലെ തന്നെ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? നരേന്ദ്രമോദി. പ്രസന്റ് ചെയർമാൻ ഓഫ് നീതി ആയോഗ്. പ്രസന്റ് ചെയർമാൻ ഓഫ് നീതി ആയോഗ്. ആൻസർ എന്താണ്? നരേന്ദ്രമോദി. പ്രസന്റ് ചെയർമാൻ ഓഫ് നീതി ആയോഗ്. ആൻസർ നരേന്ദ്രമോദി. അതുപോലെ തന്നെ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ചോദിച്ചാൽ ആൻസർ നരേന്ദ്രമോദി. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രി ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രിയാണ് രാജ്നാഥ് സിംഗ്. രാജ്നാഥ് സിംഗ് ഈസ് ദ ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രി ആരാണ്? രാജ്നാഥ് സിംഗ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ്? ആർ വെങ്കിട്ടരമണിയാണ്. ആർ വെങ്കിട്ടരമണി ഈസ് ദ പ്രസന്റ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയാണ്. അതുപോലെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ CAG ആരാണ്? CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ CAG ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ CAG എന്ന് പറഞ്ഞാൽ ആരാണ്? GC മുർമു ആണ്. ആരാണ്? GC മുർമു ഈസ് ദ CAG ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ CAG GC മുർമു ആണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ UGC ചെയർമാൻ ആരാണ്? പ്രൊഫസർ M ജഗദീഷ് കുമാർ. പ്രൊഫസർ M ജഗദീഷ് കുമാർ ഈസ് ദ ചെയർമാൻ ഓഫ് UGCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ കേട്ടോ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇപ്പോഴത്തെ ISRO ചെയർമാൻ ആരാണ്? S സോമനാഥ്. S സോമനാഥ് ഈസ് ദ പ്രസന്റ് ചെയർമാൻ ഓഫ് ISRO. S സോമനാഥ് അദ്ദേഹം മലയാളിയാണ്.
എസ് സോമനാഥ് ഇസ് ദ പ്രസന്റ് ചെയർമാൻ ഓഫ് ISRO. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ എസ് സോമനാഥാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ശക്തികാന്ത് ദാസ്. ശക്തികാന്ത് ദാസ് ഈസ് ദ പ്രസന്റ് റിസർവ് ബാങ്ക് ഗവർണർ. അല്ലെങ്കിൽ ശക്തികാന്ത് ദാസ് ഈസ് ദ ഗവർണർ ഓഫ് RBI. ഇപ്പോഴത്തെ RBI റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ശക്തികാന്ത് ദാസ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? നിർമ്മല സീതാരാമനാണ്. നിർമ്മല സീതാരാമൻ ഇസ് ദ പ്രസന്റ് ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? ധർമ്മേന്ദ്ര പ്രധാൻ ഇസ് ദ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? ധർമ്മേന്ദ്ര പ്രധാനാണ്. അതുപോലെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിയമമന്ത്രി ആരാണ്? അർജുൻ രാം മേഘ്വാൾ ഈസ് ദ പ്രസന്റ് ലോ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിയമമന്ത്രി ആരാണ്? അർജുൻ രാം മേഘ്വാൾ ആണ്. അതുപോലെ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? വളരെ യൂസ്ഫുൾ ആയ ക്വസ്റ്റ്യൻസ് ആണ്. പെട്ടെന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. ഇപ്പോഴത്തെ ലോക്സഭ പ്രതിപക്ഷ നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ഈസ് ദ ഒപ്പോസിഷൻ ലീഡർ ഓഫ് ലോക്സഭ. കേട്ടോ, രാഹുൽ ഗാന്ധി ഈസ് ദ പ്രസന്റ് ഒപ്പോസിഷൻ ലീഡർ ഓഫ് ലോക്സഭ. ലോക്സഭയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസേ പറഞ്ഞുള്ളൂ. ഇനി കറണ്ട് അഫയേഴ്സ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കറണ്ട് അഫയേഴ്സ് ഒന്നും ഒരിക്കലും തീരുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ കുറച്ച് കറണ്ട് അഫയേഴ്സ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർ തുടർച്ചയായിട്ട് കാണുക. ആർക്കും കാണാവുന്നതാണ്, കേട്ട് പഠിക്കാവുന്നതാണ്. കേട്ടോ, അപ്പം ഞാനിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു എന്ന് കരുതി. ആരും കാണുന്നവർക്കൊക്കെ വീഡിയോ കാണാവുന്നതാണ്. കേട്ടോ, വീഡിയോ കാണുക, കേട്ട് പഠിക്കുക. കേട്ടോ, ഇത് പരീക്ഷകളിലൊക്കെ ഉപകാരപ്രദമാണ്.